നമ്മളെല്ലാവരും തന്നെ പലതരത്തിലുള്ള ബിരിയാണികൾ എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ കല്യാണ വീട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിലൊരു കല്യാണ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കാം. 2 കിലോ ചിക്കൻ നമുക്കുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ ചെറുനാരങ്ങ നീരും കൂടെ ഇട്ടിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂറോളം എങ്കിലും നമ്മൾ അത് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എല്ലാ ചിക്കനും തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബിരിയാണിയുടെ ചിക്കൻ റെഡിയാക്കാനായിട്ട് അല്പം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് വലിയ ജീരകം, ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, അതുപോലെ ബേ ലീഫ് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക. ഇതിലോട്ട് നമ്മളിനി തക്കാളിയാണ് ചേർക്കുന്നത്. 2 വലിയ തക്കാളി അല്ലെങ്കിൽ 3 ചെറിയ തക്കാളി മതിയാവും. തക്കാളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്രൈ ചെയ്ത സവാള ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മസാല ചിക്കനിൽ മൊത്തം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുക. 10 മിനിറ്റ് ശേഷം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവേ. ഇതിൻ്റെ ഒപ്പം തന്നെ നോർമൽ സ്പൈസസ് ഒക്കെ ചേർത്ത് നമ്മൾ അരി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി റൈസ് റെഡിയാക്കാനായിട്ട് ഒരു ബിരിയാണി പോട്ടിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ഡാൽഡയും പിന്നെ കുറച്ച് വേപ്പിലയും ചൂടാക്കിയെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്ത ക്യാരറ്റുകളും അതേപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും ഇനി കുറച്ച് വേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിൾ എസൻസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടെ കുറച്ച് നെയ്യും അതേപോലെ തന്നെ ഡാൽഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത സവാളയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ ലെയറിലും എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമ്മളിത് ദം ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ ബിരിയാണി പോട്ടിൽ ചെയ്തതുകൊണ്ട് എയർ പുറത്ത് പോവാത്ത രീതിയിൽ അതിൻ്റെ ലിഡിൽ ആ ഹോള് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കല്യാണ വീട്ടിലെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ചിക്കനും റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. ഇനി ഇതിലെ ചിക്കന് പ്രധാനമായിട്ടും ഫ്ലേവർ കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കല്യാണ വീട്ടിലത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബിരിയാണി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത്തരം റെസിപ്പീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ.